കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 516. സൂറത്ത് ഹൂദ് ആയത്തുകൾ 32 മുതൽ 49 വരെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قالوا يا نوح قد جادلتنا فأكثرت جدالنا فأتنا بما تعدنا إن كنت من الصادقين. قال إنما يأتيكم به الله إن شاء وما أنتم بمعجزين ولا ينفعكم نصحي إن أردت أن أنصح لكم إن كان الله يريد أن يغويكم هو ربكم وإليه ترجعون. أم يقولون افتراه قل إن افتريته فعلي إجرامي وأنا بريء مما تجرمون. وأوحي إلى نوح أنه لن يؤمن من قومك إلا من قد آمن فلا تبتئس بما كانوا يفعلون. واصنع الفلك بأعيننا ووحينا ولا تخاطبني في الذين ظلموا إنهم مغرقون. ويصنع الفلك وكلما مر عليه ملأ من قومه سخروا منه قال إن تسخروا منا فإنا نسخر منكم كما تسخرون. فسوف تعلمون من يأتيه عذاب يخزيه ويحل عليه عذاب مقيم. حتى إذا جاء أمرنا وفارت النور قل نحمل فيها من كل زوجين 2 وأهلك إلا من سبق عليه القول ومن آمن وما آمن معه إلا قليل. وقال اركبوا فيها بسم الله مجريها ومرساها إن ربي لغفور رحيم. وهي تجري بهم في موج كالجبال ونادى نوح ابنه وكان في معزل يا بني اركب معنا ولا تكن مع الكافرين. قال سآوي إلى جبل يعصمني من الماء قال لا عاصم اليوم من أمر الله إلا من رحم وحال بينهما الموج فكان من المغرقين. وقيل يا أرض ابلعي ماءك ويا سماء أقلعي وغيض الماء وقضي الأمر واستوت على الجود وقيل بعدا للقوم الظالمين. ونادى نوح ربه فقال رب إن ابني من أهلي وإن وعدك الحق وأنت أحكم الحاكمين. قال يا نوح إنه ليس من أهلك إنه عمل غير صالح فلا تسألني ما ليس لك به علم إني أعظك أن تكون من الجاهلين.
قال رب إني أعوذ بك أن أسألك ما ليس لي به علم وإلا تغفر لي وترحمني أكن من الخاسرين قيل يا نوح اهبط بسلام منا وبركات عليك وعلى ممن معك وأمم سنمتعهم ثم يمسهم منا عذاب أليم تلك من أنباء الغيب نوحيها إليك ما كنت تعلمها أنت ولا قومك من قبل هذا فاصبر إن العاقبة للمتقين. ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 517 സൂറത്ത് ഹൂദ് ആയത്ത് 32 പേജ് 788. قالوا يا نوح قد جادلتنا فأكثرت جدالنا. അവർ പറഞ്ഞു, നൂഹേ, നീ ഞങ്ങളോട് തർക്കിച്ചു, അങ്ങനെ നീ ഞങ്ങളോട് വളരെയധികം തർക്കിച്ചു. ഫഅ്തിനാ ബിമാ തഅദുന, എന്നാൽ നീ ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന സംഗതി കൊണ്ടുവരിക. ഇൻ കുന്ത മിനസ് സാദിഖീൻ, നീ സത്യസന്ധരിൽപ്പെട്ടവനാണെങ്കിൽ. ആയത്ത് 33. ഖാല ഇന്നമാ യഅതീകും ബിഹില്ലാഹു ഇൻ ശാഅ, അദ്ദേഹം പറഞ്ഞു, അത് കൊണ്ടുവരുന്നത് അല്ലാഹു തന്നെയാണ്, അവൻ ഉദ്ദേശിച്ചെങ്കിൽ. വമാ അൻതും ബിമുഅ്ജിസീൻ, നിങ്ങൾ ഒരിക്കലും തോൽപ്പിക്കുന്നവരല്ല. അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നാൽ അത് തടുക്കുവാനോ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനോ ഒരിക്കലും നിങ്ങൾക്ക് കഴിയുകയില്ല. ആയത്ത് 34. വലാ യൻഫഉകും നുസ്ഹി ഇൻ അറദ്തു അൻ അൻസഹ ലക്കും, നിങ്ങൾക്ക് ഉപദേശം തരുവാൻ ഞാൻ ഉദ്ദേശിച്ചാൽ എൻ്റെ ഉപദേശം നിങ്ങൾക്ക് ഉപകരിക്കുകയുമില്ല. ഇൻ കാന അല്ലാഹു യുരീദു അൻ യുളിയകും, നിങ്ങളെ വഴിപിഴപ്പിക്കുവാൻ അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം നിങ്ങൾക്ക് ഉപദേശം നൽകുമ്പോൾ എന്താണ് പറയുന്നതെന്ന് പോലും ശ്രദ്ധിക്കാതെ കണ്ണടച്ച് തള്ളിക്കളയുകയും ധിക്കരിക്കുകയുമാണല്ലോ നിങ്ങളുടെ പതിവ്. അങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വഴികേടിലേക്ക് നിങ്ങളെ തള്ളിക്കളയുവാനാണ് അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ സ്ഥിതിക്ക് ഞാൻ ഉപദേശിച്ചിട്ട് എന്ത് കാര്യം? ഹുവ റബ്ബുക്കും, അവൻ നിങ്ങളുടെ റബ്ബാകുന്നു. വ ഇലൈഹി തുർജഊൻ, അവങ്കലേക്കാകുന്നു നിങ്ങൾ മടക്കപ്പെടുന്നത്. പേജ് 789. ആരെയും ഒഴിവാക്കുകയില്ല, എല്ലാവരെയും അന്ത്യനാളിൽ അവൻ്റെ സന്നിധിയിൽ അവിടെ കൊണ്ടുവരും, ന്യായവിധി നടത്തും. ആയത്ത് 35. അം യഖൂലൂന ഇഫ്തറാഹ്, അഥവാ അവർ പറയുന്നുവോ അദ്ദേഹം ഇത് കെട്ടിച്ചമച്ചതാണെന്ന്. ഖുൽ ഇനിഫ്തറൈതുഹു ഫഅലയ്യ ഇജ്റാമി, പറയുക, ഞാൻ ഇത് കെട്ടിച്ചമച്ചതാണെങ്കിൽ എൻ്റെ കുറ്റം എനിക്ക് തന്നെയാണ്. വ അന ബരീഉം മിമ്മാ തുജ്രിമൂൻ, നിങ്ങൾ ചെയ്യുന്ന കുറ്റങ്ങളെക്കുറിച്ച് ഞാൻ നിരപരാധിയുമാകുന്നു. നൂഹ് നബി അലൈഹിസ്സലാമയുടെ കഥ പറഞ്ഞു തീർന്നിട്ടില്ല. ഇടയ്ക്ക് മുശ്രിക്കുകളുടെ ഒരാക്ഷേപത്തിന് മറുപടി പറയുകയാണ്. മുമ്പൊരിക്കൽ അത് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായതുകൊണ്ട് വീണ്ടും ഉണർത്തുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു ചരിത്രമാണല്ലോ ഈ വിവരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കഥ ഇങ്ങനെ കെട്ടിയുണ്ടാക്കി പറയുന്നതാണെന്ന് ഈ മുശ്രിക്കുകൾ വാദിക്കുകയാണോ? അങ്ങനെ ഞാൻ കെട്ടിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ കുറ്റമാണ്, അതിൻ്റെ ശിക്ഷ ഞാൻ തന്നെ അനുഭവിക്കേണ്ടി വരും. നിങ്ങളുടെ കുറ്റകൃത്യങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെ. അള്ളാഹുവിൻ്റെ പേരിൽ അങ്ങനെ വല്ലതും പ്രവാചകൻ ചുമത്തി പറയുന്ന പക്ഷം അള്ളാഹു അദ്ദേഹത്തെ ശക്തിയായി പിടിച്ചുകെട്ടുകയും ജീവനാടി മുറിച്ചു കളയുകയും ചെയ്യുമെന്ന് സൂറത്ത് അൽ ഹാഖ 44-46 വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കരമായ മഹാപാപമാണത്. ആയത്ത് 36. വഊഹിയ ഇലാ നൂഹിൻ അന്നഹു ലൻ യുഅ്മിന മിൻ ഖൗമിക ഇല്ലാ മൻ ഖദ് ആമന, നൂഹിന് വഹി അറിയിക്കപ്പെട്ടു, നിന്റെ ജനതയിൽ നിന്ന് വിശ്വസിച്ച് കഴിഞ്ഞിട്ടുള്ളവരല്ലാതെ ഇനി ആരും വിശ്വസിക്കുകയില്ല. ഫലാ തബ്തഇസ് ബിമാ കാനൂ യഫ്അലൂൻ, അതിനാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് നീ ദുഃഖിതനാവേണ്ട. ഇനി
പുതിയ ഒരാളും വിശ്വാസിയാവാൻ മുന്നോട്ട് വരില്ല. ഇതുവരെ വിശ്വസിച്ചവർ മാത്രമേ ഇനി ഭാവിയിലും ഉണ്ടാകൂ. ഒരു മഹാപ്രളയത്തിൽ അക്രമികളെ ഒന്നടങ്കം മുക്കിക്കൊല്ലാനും വിശ്വാസികളെ കപ്പലിൽ രക്ഷിക്കാനുമാണ് തീരുമാനം. ആയത്ത് 37. വസ്നഇൽ ഫുൽക ബിഅയുനിനാ വവഹ്യിനാ. നമ്മുടെ കൺമുന്നിൽ നമ്മുടെ നിർദ്ദേശപ്രകാരം നീ കപ്പൽ ഉണ്ടാക്കുക. നൂഹ് നബി അലൈഹിസ്സലാമക്ക് എങ്ങനെയാണ് കപ്പൽ ഉണ്ടാക്കേണ്ടത് എന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അള്ളാഹു അറിയിച്ചു, നാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആവശ്യമായ നിർദ്ദേശങ്ങൾ അപ്പോൾ തന്നുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് കപ്പൽ ഉണ്ടാക്കിക്കൊള്ളുക. വലാ തുഖാതിബ്നി ഫില്ലദീന ളലമൂ. അക്രമികളായ കൂട്ടരെ പറ്റി എന്നോടൊന്നും നീ സംസാരിക്കരുത്. ഇന്നഹും മുഗ്റഖൂൻ. നിശ്ചയമായും അവർ മുക്കിക്കൊല്ലപ്പെടുന്നവരാകുന്നു. ആയത്ത് 38. വയസ്നഉൽ ഫുൽക. അദ്ദേഹം കപ്പലുണ്ടാക്കുന്നു. വകുല്ലമാ മറ അലൈഹി മലഉം മിൻ ഖൗമിഹി സഖിറു മിൻഹു. അദ്ദേഹത്തിൻ്റെ ജനതയിലെ ഓരോ പ്രമാണിക്കൂട്ടം അദ്ദേഹത്തിൻ്റെ അരികിലൂടെ നടന്നു പോകുമ്പോഴൊക്കെയും അവർ അദ്ദേഹത്തെ പരിഹസിച്ചു കൊണ്ടിരുന്നു. പേജ് 790. പ്രവാചകന്റെ പണിയൊക്കെ വിട്ട് ഇപ്പോൾ ആശാരിപ്പണിയാണോ എന്നവർ പരിഹസിച്ചു. ധിക്കാരികളായ ആ ജനതയുടെ ദൈവദൂതനോടുള്ള സമീപനമാണിത്. ഖാല ഇൻ തസ്ഖറു മിന്നാ ഫഇന്നാ നസ്ഖറു മിൻകും കമാ തസ്ഖറൂൻ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പരിഹസിക്കുന്നത് പോലെ ഞങ്ങൾ നിങ്ങളെയും പരിഹസിക്കുന്നതാകുന്നു നിശ്ചയം. വളരെ നീണ്ടകാലം പ്രബോധനം നടത്തിയ പ്രവാചകനെ ഇപ്രകാരം പരിഹസിച്ചവർ അതികഠിനമായ ശിക്ഷ അർഹിക്കുന്നവരാണ്. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 518. സൂറത്ത് ഹൂദ് ആയത്ത് 39. ഫസൗഫ തഅലമൂന മൻ യഅതീഹി അദാബുൻ യുഖ്സിഹി. നിന്ദനാക്കുന്ന ശിക്ഷ ആർക്കാണ് വന്നെത്തുന്നതെന്ന് നിങ്ങൾ വഴിയെ അറിയും. വയഹില്ലു അലൈഹി അദാബുൻ മുഖീം. നിലനിൽക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങുന്നതാരി എന്നും നിങ്ങൾ അറിയുന്നതാണ്. ആയത്ത് 40. ഹത്താ ഇദാ ജാഅ അംറുനാ. അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ വഫാറത്ത നൂറു. അടുപ്പിൽ നിന്ന് ഉറവ് പൊട്ടുകയും ചെയ്തപ്പോൾ ഖുൽ നഹ്മിൽ ഫീഹാ മിൻ കുല്ലി സൗജൈനി ഇസ്നൈനി വഅഹ്ലക. നാം പറഞ്ഞു, എല്ലാറ്റിൽ നിന്നും ഈ 2 ഇണകളെയും നിന്റെ കുടുംബത്തെയും അതിൽ കയറ്റിക്കൊള്ളുക. ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗലു. ആരെപ്പറ്റി വാക്ക് മുൻകടന്നിരിക്കുന്നുവോ അവർ ഒഴികെ. വമൻ ആമന. വിശ്വസിച്ചവരെയും കയറ്റുക. വമാ ആമന മഅഹു ഇല്ലാ ഖലീൽ. അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് ആളുകൾ മാത്രമേ വിശ്വസിച്ചുള്ളൂ. കൽപ്പന വന്നു എന്ന് വെച്ചാൽ അവരെ നശിപ്പിക്കുവാൻ നിശ്ചയിച്ച സമയമായി എന്ന് സാരം. അങ്ങേയറ്റം ധിക്കാരികളും നിഷേധികളുമായ ആ ജനസമൂഹത്തെ പാടെ നശിപ്പിക്കുവാൻ അള്ളാഹു തീരുമാനിച്ചു. വമ്പിച്ച ജലപ്രളയത്തിൽ മുക്കിക്കൊല്ലലാണ് ശിക്ഷ. തന്നൂർ എന്നത് റൊട്ടി ചൂടുന്ന ഒരു തരം വലിയ അടുപ്പാണ്. അപ്പക്കൂട് എന്നും പറയും. ഫാറത്തനൂറു എന്നതിന് അടുപ്പ് ക്ഷോഭിച്ചു എന്നാണ് നേരെ തർജ്ജമ. അതിൻ്റെ സാരം മിക്ക മുഫസ്സിറുകളും പറഞ്ഞതാണ് മേൽ സൂചിപ്പിച്ചത്. അടുപ്പിൽ നിന്ന് വെള്ളം ശക്തിയായി പൊന്തി വന്നു എന്ന്. എന്നാൽ അള്ളാഹുവിൻ്റെ കോപം കഠിനമായി എന്നും സാരം പറഞ്ഞിട്ടുണ്ട്. അത് യഥാർത്ഥ വസ്തുതയാണ്. അടുപ്പിൽ നിന്ന് ഉറവ് പൊട്ടി എന്നുള്ളത് മഹാത്ഭുതമായ മുഅ്ജിസത്തുമാണ്. മുമ്പ് തന്നെ വാക്ക് സ്ഥിരപ്പെട്ടവർ എന്ന് പറഞ്ഞത് നൂഹ് നബി അലൈഹിസ്സലാമിയുടെ കുടുംബത്തിൽ നിന്ന് വിശ്വസിക്കാത്തവരെ പറ്റിയാണ്. നൂഹ് നബി അലൈഹിസ്സലാമിയുടെ മകനും ഭാര്യയും അവരിൽ പെടുന്നു. അവിശ്വാസികൾക്ക് ഉപമയായി നൂഹ് അലൈഹിസ്സലാമിൻ്റെ ഭാര്യയെ അള്ളാഹു ഉദാഹരിച്ചിരിക്കുന്നു. തഹരീം 10. ആരുടെയെങ്കിലും അടുപ്പം കൊണ്ടോ മറ്റോ അള്ളാഹുവെങ്കിൽ അടുത്തവനാകില്ല. ആരുടെയെങ്കിലും അടുപ്പം കൊണ്ടോ മറ്റോ അള്ളാഹുവെങ്കിൽ അടുത്തവനാകില്ല എന്നുള്ള വലിയൊരു പാഠമാണിവിടെ മനസ്സിലാക്കേണ്ടത്. ഷെയ്ഖിൻ്റെയും ഔലിയായുടെയും അടുപ്പം കൊണ്ട് രക്ഷപ്പെടുമെന്ന് കരുതുന്നവർ സത്യം മനസ്സിലാക്കിയെങ്കിൽ. പേജ് 791 ആയത്ത് 41. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കപ്പലിൽ കയറുവിൻ. ബിസ്മില്ലാഹി മജ്റേഹാ വമുർസാഹ. അതിൻ്റെ സഞ്ചാരവും അതിൻ്റെ നൃത്തവും അള്ളാഹുവിൻ്റെ പേരിലാകുന്നു. ഇന്ന റബ്ബി ലഗഫൂറുർ റഹീം.
നിശ്ചയമായും എൻ്റെ റബ്ബ് വളരെയേറെ പൊറുക്കുന്നവനും വളരെ കൃപയുള്ളവനുമാകുന്നു. ആയത്ത് 42. വഹിയ തജ്രി ബിഹിം ഫീ മൗജിൻ കൽ ജിബാൽ. പർവ്വതങ്ങൾ പോലെയുള്ള തിരമാലകൾക്കിടയിൽ ആ കപ്പലതാ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വനാദാ നൂഹ് ഇബ്നഹു. നൂഹ് തന്റെ മകനെ വിളിച്ചു പറഞ്ഞു. വകാന ഫീ മഅ്സിലിൻ. അവൻ ഒരു ഒറ്റപ്പെട്ട സ്ഥാനത്തായിരുന്നു. യാ ബുനയ്യർകം മഅനാ വലാ തകും മഅൽ കാഫിരീൻ. എൻ്റെ പ്രിയപ്പെട്ട മകനെ, ഞങ്ങളോടൊപ്പം നീ കയറുക, നീ കാഫിറുകളോടൊപ്പം ആയിപ്പോകരുത്. ആയത്ത് 43. ഖാല സആവി ഇലാ ജബലി യഅ്സിമുനി മിനൽ മാഇ. അവൻ പറഞ്ഞു, വെള്ളത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുന്ന ഒരു പർവ്വതത്തിൽ ഞാൻ അഭയം പ്രാപിക്കും. ഖാല ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹി ഇല്ലാ മൻ റഹിം. അദ്ദേഹം പറഞ്ഞു, ഇന്ന് അല്ലാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് രക്ഷ നൽകുന്ന യാതൊരുത്തനും ഇല്ല, അല്ലാഹു കരുണ ചെയ്തവനൊഴികെ. വഹാല ബൈനഹുമൽ മൗജു ഫകാന മിനൽ മുഗ്റഖീൻ. തിരമാല അവർ രണ്ടാളുടെയും ഇടയിൽ മറയിട്ടു. അപ്പോൾ അവൻ മുക്കിക്കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിലായിത്തീർന്നു. ആയത്ത് 44. വഖീല യാ അർദു ബലഈ മാഅകി വയാ സമാഉ അഖ്ലിഈ. പറയപ്പെടുകയും ചെയ്തു, ഭൂമിയെ നിന്റെ വെള്ളം നീ വിഴുങ്ങുക, ആകാശമേ നീ നിർത്തുക. പേജ് 792. വഗീദൽ മാഉ വഖുദിയൽ അംറു. വെള്ളം വറ്റുകയും വിധി നടത്തപ്പെടുകയും ചെയ്തു. വസ്തവത് അലൽ ജൂദിയ്യി. ജൂദിയിൽ കപ്പൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. കിഴക്കൻ തുർക്കിയിൽ അറാഖിൻ്റെ അതിർത്തിയോടടുത്ത് സിസ്രേ എന്ന ഗ്രാമത്തിലാണ് ജൂദി മല സ്ഥിതി ചെയ്യുന്നത്. ഐസ് കട്ടകൾക്കുള്ളിൽ പുതഞ്ഞു കിടക്കുന്ന അവസ്ഥയിൽ നൂഹ് നബി അലൈഹി സ്വലാമയുടെ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് അവിടം സന്ദർശിച്ച ഗവേഷകർ പറയുന്നു. പറയപ്പെടുകയും ചെയ്തു, അക്രമികളായ ജനതക്ക് നാശം. ആയത്ത് 45. വനാദാ നൂഹു റബ്ബഹു. നൂഹ് തന്റെ റബ്ബിനെ വിളിച്ചു. ഫഖാല റബ്ബി ഇന്ന ബനി മിൻ അഹ്ലി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ റബ്ബേ, നിശ്ചയമായും എൻ്റെ മകൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണല്ലോ. വ ഇന്ന വഅദകൽ ഹഖ്. നിശ്ചയമായും നിന്റെ വാഗ്ദാനം സത്യവുമാണ്. വ അൻത അഹ്കമുൽ ഹകീമീൻ. നീ വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവാകുന്നു. നിന്റെ കുടുംബത്തെ കപ്പലിൽ കയറ്റിക്കൊള്ളുക എന്ന് അള്ളാഹു പറഞ്ഞിരുന്നല്ലോ. കുടുംബം എന്നതിൽ മകനുമുണ്ടായിരിക്കുമെന്ന് അദ്ദേഹം കരുതി. അതിനെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. കുടുംബ ബന്ധത്തിനല്ല പരിഗണന, ആദർശ ബന്ധത്തിനാണെന്ന് തിരുത്തുകയാണിവിടെ. ആയത്ത് 46. ഖാല യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക്. അള്ളാഹു പറഞ്ഞു, നൂഹേ, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല, തീർച്ച. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്. നിശ്ചയമായും അവൻ ശരിയല്ലാത്തത് ചെയ്തവനാകുന്നു. ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽം. അതിനാൽ നിനക്ക് വിവരമില്ലാത്ത സംഗതി എന്നോട് നീ ചോദിക്കരുത്. ഇന്നി അഅദുക അൻ തകൂന മിനൽ ജാഹിലീൻ. നീ വിവരമില്ലാത്തവരുടെ കൂട്ടത്തിൽ ആയിപ്പോകുന്നതിനെ പറ്റി ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. ആയത്ത് 47. ഖാല റബ്ബി ഇന്നി അഊദു ബിക. നൂഹ് പറഞ്ഞു, എൻ്റെ റബ്ബേ, നിശ്ചയമായും നിന്നോട് ഞാൻ ശരണം തേടുന്നു. അൻ അസ്അലക മാ ലൈസ ലീ ബിഹി ഇൽം. എനിക്ക് അറിവില്ലാത്ത കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നതിൽ നിന്ന്. പേജ് 793. വ ഇല്ലാ തഗ്ഫിർ ലീ വതർഹംനി അകും മിനൽ ഖാസിരീൻ. നീ എനിക്ക് പുറത്തു തരാതെയും എന്നോട് കരുണ കാണിക്കാതെയും ഇരിക്കുന്ന പക്ഷം ഞാൻ നഷ്ടക്കാരിൽപ്പെട്ടവനായിത്തീരുന്നതാകുന്നു. പ്രവാചകന്റെ പദവിക്ക് അനുയോജ്യമായതായില്ല നൂഹ് നബി അലൈഹി സ്വലാമയുടെ ആ പ്രാർത്ഥന. അതുകൊണ്ടാണ് വിവരമില്ലാത്തവരിൽ പെട്ടുപോകരുതെന്ന് ഉപദേശിച്ചത്. അങ്ങനെ ഒരു അബദ്ധം വന്നു പോയതിൽ നൂഹ് അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിക്കുക. ഹൃദയത്തിൽ തട്ടുന്ന പ്രാർത്ഥനയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയും ഈ സംഭവത്തിലുണ്ട്. സന്മാർഗം പ്രാപിക്കുക, വിശ്വാസിയാവുക എന്നതൊക്കെ ദൈവികമായ പ്രത്യേക അനുഗ്രഹമാണ്. ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടും ആശിച്ചിട്ടും കാര്യമില്ല. പ്രവാചകന്റെ മകനായിട്ട് പോലും ആ ഭാഗ്യമുണ്ടായില്ല. അതുകൊണ്ട് വിശ്വാസം കൈക്കൊള്ളാനും അതിനനുസരിച്ച് ജീവിക്കാനും വിശ്വാസിയായി മരിക്കാനും അള്ളാഹുവിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കൽ ഓരോ വിശ്വാസിയുടെയും കടമയാകുന്നു. കുടുംബപരമായ ബന്ധത്തെക്കാൾ
ശക്തവും പരലോകത്തും നിലനിൽക്കുന്നതുമാണ് ആദർശബന്ധം എന്നും നമുക്കിവിടെ മനസ്സിലാക്കാം. സത്യവിശ്വാസം ഉൾക്കൊണ്ട് ജീവിതം നയിക്കാനും മുസ്ലിമായി മരിക്കാനും സർവശക്തൻ നമ്മെ തുണക്കട്ടെ. ആയത്ത് 48. ഖീല യാ നൂഹ് ഇഹ്ബിത് ബിസലാമിൻ മിന്നാ വബറകാത്തിൻ അലൈക വഅലാ ഉമമിൻ മിമ്മൻ മഅക. പറയപ്പെട്ടു, നൂഹേ, നിനക്കും നിന്റെ കൂടെയുള്ളവർക്കും അവരിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചില സമുദായങ്ങൾക്കും നമ്മുടെ പക്കൽ നിന്നുള്ള രക്ഷയോടെയും വളരെയധികം അനുഗ്രഹങ്ങളോടെയും നീ ഇറങ്ങിക്കൊള്ളുക. മറ്റ് ചില സമുദായങ്ങളാകട്ടെ അവർക്ക് നാം സുഖ സൗകര്യങ്ങൾ നൽകുന്നതും പിന്നെ നമ്മളിൽ നിന്നുള്ള വേദനാജനകമായ ശിക്ഷ അവരെ ബാധിക്കുന്നതുമാകുന്നു. നൂഹ് അലൈഹിസ്സലാമയോടൊപ്പം കപ്പലിൽ അള്ളാഹു രക്ഷപ്പെടുത്തിയവർക്കും അവരുടെ പിൻഗാമികളായ സജ്ജനങ്ങൾക്കും അള്ളാഹുവിൻ്റെ ശാന്തിയും അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കും. എന്നാൽ അവിശ്വാസികൾക്ക് ഈ അനുഗ്രഹം ഉണ്ടാകില്ല. അവർക്ക് ഭൂമിയിൽ താൽക്കാലിക സുഖം നൽകും, പിന്നീട് അവരെ ശിക്ഷ ബാധിക്കും. ആയത്ത് 49. തിൽക മിൻ അംബാഇൽ ഗൈബി നൂഹിഹാ ഇലൈക്. അത് അദൃശ്യ വൃത്താന്തങ്ങളിൽ പെട്ടതാകുന്നു, നിനക്ക് അത് നാം വഹി അറിയിക്കുന്നു. മാ കുന്ത തഅലമുഹാ അൻത വലാ ഖൗമുക മിൻ ഖബ്ലി ഹാദാ. ഇതിനു മുമ്പ് നീയാകട്ടെ നിന്റെ ജനതയാകട്ടെ ഇതൊന്നും അറിയുമായിരുന്നില്ല. ഫസ്ബിർ ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ. അതിനാൽ നീ സഹിക്കുക, നിശ്ചയമായും പര്യവസാനം ഭക്തന്മാർക്ക് ഗുണമാകുന്നു. ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവം നേരിൽ കണ്ടറിഞ്ഞതുപോലെ ഇവിടെ വിവരിച്ചല്ലോ. പ്രവാചകൻ ഇത് എങ്ങനെ സാധിച്ചു? ആ വിഷയങ്ങൾ അറിയുന്ന വേദക്കാർ ഇതിൽ ഒരു തെറ്റും ചൂണ്ടിക്കാണിക്കുന്നില്ല. ഇത് മുഴുവനും സത്യത്തിന്റെ കാതലാണെന്ന് അറിയുന്നത് കൊണ്ടാണ് ഈ മൗനം. വഹയല്ലാതെ ഇതിന് യാതൊരു മാർഗവുമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യപ്രവാചകനാണെന്ന് ഇതുകൊണ്ട് തെളിഞ്ഞു.